ഇപ്പോൾ ഇന്നലെ വളരെ ചെറിയൊരു വിഷയമായി തുടങ്ങിയൊരു ഇതാണ് ഇപ്പോൾ അത് വർഗീയ തലത്തിലേക്കും മറ്റും കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഇതിലെങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു പ്രതികരണം? അല്ല, ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത് ആരാണ്? പോപ്പുലർ ഫ്രണ്ടും SDPയും ചേർന്നല്ലേ ഇത് വർഗീയ തലത്തിലേക്ക് മാറ്റിയത്. ശരിയാണ്, ബാൻ ചെയ്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ SDPയുടെ പേരിൽ ഈ സ്കൂളിലെ ഒരു ചെറിയ വിഷയം അതിനെ വർഗീയവൽക്കരിച്ച് അതിനെ സംസ്ഥാന തലത്തിൽ ഒരു വലിയ വിഷയമാക്കിയത് അവരല്ലേ. അത് മാത്രവുമല്ല, ഈ SDPI പോലൊരു സംഘടനയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ ആരാണ്? കോൺഗ്രസും ഇടതുപക്ഷവുമല്ലേ. എന്തുകൊണ്ടാണ് SDPI ഇങ്ങനെ തഴച്ചു വളരുന്നതും SDPI ഇതുപോലെ ഓരോരോ വിഷയങ്ങൾ വർഗീയവൽക്കരിക്കുമ്പോൾ അവർക്കതിനുള്ള കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത്? അതിവിടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും SDPIക്ക് കുടപിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസും വഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വർഗീയവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, SDPIയും അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പിണറായി സർക്കാരും കോൺഗ്രസുമാണ്. നമുക്കറിയാം, ഒരു സാധാരണ ഒരു സ്കൂളിലെ ഒരു വിഷയമാണിത്. എല്ലാ സ്കൂളിനെയും ബാധിക്കുന്ന പോലെ തന്നെ ഓരോ സ്കൂളിനും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളാണ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. നിങ്ങൾക്ക് ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ആരൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇതിനെ വർഗീയവൽക്കരിച്ച് സ്കൂളിലേക്ക് സമരം നടത്തുക, മാർച്ച് നടത്തുക, എന്നിട്ട് ഇതിനെ ഒരു വർഗീയ കളർ കൊടുക്കുക, ഇത് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടും SDPയും ആണെങ്കിൽ അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും കോൺഗ്രസുമാണ്. സർക്കാരിന്റെ ഇടപെടൽ സുതാര്യമായിട്ട് തോന്നുന്നില്ല, അങ്ങനെ ഒരു നിലപാടാണ്. അല്ല, സുതാര്യമായിരുന്നെങ്കിൽ ഈ സ്കൂളിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. ഈ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? അത് SDPയുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് നടക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു വർഗീയത, ഇത്തരത്തിൽ അങ്ങനെ ഒരു ആക്രമണം ആണ് നടക്കുന്നത് എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രം കേരളത്തിലുണ്ടോ? മറ്റ് മാനേജ്മെന്റുകളടക്കം ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നൊരു നിലപാടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം വന്നാലും ഈ ഗവൺമെന്റ് മൗനത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, കോതമംഗലം വിഷയം, അവിടുത്തെ ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ലെറ്റർ നമ്മൾ കണ്ടു. പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള മൊഴി നമ്മൾ കണ്ടു. അതിനകത്ത് എല്ലാം വളരെ വ്യക്തമല്ലേ. മതം മാറ്റാൻ നിർബന്ധിച്ചു, അതിന് മാനസിക സംഘർഷം ആ കുട്ടിക്കുണ്ടായിരുന്നു. ഒരു ലവ് ജിഹാദിന്റെ ക്ലിയർ കട്ട് കേസ് തന്നെയായിരുന്നു അത്. പക്ഷേ അന്വേഷണം കഴിഞ്ഞു റിപ്പോർട്ട് വന്നപ്പോൾ എന്താണ് പറയുന്നത്? അതിനകത്ത് അങ്ങനെ ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇത് വരുത്തി തീർക്കുന്നത്? ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഇവിടുത്തെ ഒരു എന്താ പറയുന്നത്, ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില വർഗീയ ശക്തികൾക്ക് വേണ്ടി മാത്രം പിണറായി വിജയനും അവരുടെ സർക്കാരും ചെയ്യുന്നു എന്നുള്ളത് പല സംഭവങ്ങൾ വഴി വ്യക്തമാണ്. ഓരോ സംഭവങ്ങളും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ വിഷയവും അതുകൊണ്ട് തന്നെയും പിണറായി വിജയൻ സർക്കാർ SDPയുടെ മുമ്പിൽ മുട്ടിലെഴുതുന്നത് കൊണ്ട് തന്നെയാണ് ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ, ക്രൈസ്തവ സഭയ്ക്കെതിരെ എന്ത് വിഷയം വന്നാലും അതിൽ ക്രൈസ്തവർക്കെതിരെ നിന്നുകൊണ്ട് SDPIക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു നിലപാട്. എന്തുകൊണ്ടാണ് മുനമ്പത്തെ സമരത്തിൽ പിണറായി വിജയൻ ക്രൈസ്തവർക്കെതിരായിട്ട് നിന്നത്? അതും ഈ കാരണം കൊണ്ടല്ലേ. അതുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ്.